ഈ ചർച്ച തന്നെ എന്തിനു വേണ്ടിയാണ്? യുദ്ധത്തിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിലാണോ ചർച്ച, അതോ സമാധാനത്തിൻ്റെ മുന്നൊരുക്കം എന്നതിൽ ആണോ ചർച്ച? അതേക്കുറിച്ച് ഈ കാര്യം നിരീക്ഷിക്കുന്ന ആളുകളുടെ ഇടയിൽ വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. ഒരുപക്ഷെ ഏകപക്ഷീയമായി ഇറാനെ അമേരിക്ക ആക്രമിച്ചു എന്ന് വരാതിരിക്കാൻ ഞങ്ങൾ ഇറാന് പല ആവർത്തി നന്നാകാൻ അവസരം കൊടുത്തതാണ്, ചർച്ച ചെയ്തതാണ്. വിനാശകാരികളായ ആണവായുധങ്ങൾ ഉൾപ്പെടെ ഇറാൻ്റെ കൈവശമുള്ളത് കൊണ്ട് ഒരു ചരിത്ര നിയോഗം എന്ന നിലയിൽ തങ്ങൾ അതിനെ ഏറ്റെടുക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് പിന്നീട് പറയാനുള്ള ഒരു കാര്യമാണ്. നോക്കൂ, മുൻകാലങ്ങളിലും അമേരിക്ക ആക്രമിച്ചിട്ടുണ്ട്. സദ്ദാം ഹുസൈൻ എതിരെയുള്ള രണ്ടാമത്തെ യുദ്ധം, ആദ്യത്തെ ഗൾഫ് യുദ്ധം ന്യായമായ കാരണമായിരുന്നു. കാരണം സദ്ദാം ഹുസൈൻ്റെ ഇറാഖ്, കുവൈറ്റ് അധിനിവേശപ്പെടുത്തി ഒരു പ്രവിശ്യയായി, ഇറാഖിൻ്റെ പ്രവിശ്യയായി പ്രഖ്യാപിച്ചു. സ്വാഭാവികമായി കുവൈറ്റിൻ്റെ മോചനത്തിന് വേണ്ടി ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം നടത്തേണ്ടതാണ്. അത് നടത്തി വിജയിച്ചു. അപ്പോൾ അവിടെ സദ്ദാം ഹുസൈൻ കുറ്റക്കാരനാണ്. അതേസമയം രണ്ടാമത്തെ ഒരു യുദ്ധം, സദ്ദാം ഹുസൈനെ പുറത്താക്കാനും വധിക്കാനുമായി നടത്തിയ രണ്ടാമത്തെ യുദ്ധത്തിന് പറഞ്ഞു കേട്ട കാരണങ്ങൾ അത് വിചിത്രമാണ്. ജൈവ ആയുധങ്ങൾ, രാസ ആയുധങ്ങൾ, മറ്റ് അൺകൺവെൻഷണൽ വെപ്പൺസ് വൻതോതിൽ ഇറാഖിൻ്റെ കൈവശമുണ്ട്. അത് നശിപ്പിക്കണമെങ്കിൽ യുദ്ധം ആവശ്യമാണ്. അപ്പോൾ യുദ്ധത്തിന് എപ്പോഴും ഒരു കാരണമുണ്ട്. അതിനു മുമ്പൊരു ചർച്ച നടത്തി, ഒരു സാഹചര്യം ഒന്ന് മയപ്പെടുത്തി, ചർച്ചയിൽ ഇറാൻ വഴങ്ങുന്നില്ല, അതുകൊണ്ട് തങ്ങൾ ആക്രമിക്കാൻ നിർബന്ധിതരായി. ഇതാണ് രീതി. പക്ഷേ ഇവിടെ നോക്കൂ, ഒരു ചർച്ച തന്നെ തുടങ്ങുന്നതിന് മുൻപ് ബാറ്റിൽ ഷിപ്പുകൾ നിരത്തിയിരിക്കുകയാണ്. ഒന്ന്, നേരത്തെ തന്നെ ഗൾഫ് ഓഫ് ഒമാനിൽ എത്തിച്ചേർന്ന ഒരു വലിയ കപ്പൽ, അത് വലിയ അമേരിക്കൻ പടക്കപ്പലാണ് USS എബ്രഹാം ലിങ്കൺ. അതിലേതാണ്ട് 75 വിമാനങ്ങൾ വഹിക്കാൻ കഴിയും. അതോടൊപ്പം 3 ഡിസ്ട്രോയേഴ്സ് അതിന് ചുറ്റുമുണ്ട്, മറ്റുള്ള വിന്യാസവുമുണ്ട്. ഇപ്പോഴിതാ കരീബിയൻ കടലിലുള്ള മറ്റൊരു കപ്പൽ, അത് USS ജെറാൾഡ് ഫോർഡ്. ഇതെല്ലാം അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പേരിലാണ് പല വിമാനവാഹിനി കപ്പലുകളും, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ പേരിലാണ്. അങ്ങനെ ആ കപ്പൽ കൂടി, അത് ഇതിനേക്കാൾ വലിയ കപ്പലാണ്. അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ കപ്പൽ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ എന്ന വിശേഷണം കൂടിയുള്ള USS ജെറാൾഡ് ഫോർഡ് കൂടി എത്തുന്നു. ഒന്ന് പേർഷ്യൻ മേഖലയിലേക്ക് അതിൻ്റെ കവാടത്തിൽ എത്തുന്നു, മറ്റൊന്ന് മെഡിറ്ററേനിയനിലേക്കാണ്. പുതിയതായി വരുന്ന ഷിപ്പ് ജെറാൾഡ് ഫോർഡ് അതെത്തുന്നത് മെഡിറ്ററേനിയൻ കടലിലാണ്. അപ്പം ഇറാൻ്റെ തെക്കുള്ള ഭാഗത്ത് പേർഷ്യൻ ഉൾക്കടൽ, അല്ലെങ്കിൽ ആ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിച്ചില്ല എങ്കിൽ പോലും ഒമാൻ ഉൾക്കടൽ, അവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഈ USS എബ്രഹാം ലിങ്കൺ ഉള്ളത്. അപ്പോൾ അത് സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ആണ്. അതുപോലെ മെഡിറ്ററേനിയൻ, അത് ഈ ഇസ്രയേലിനും പടിഞ്ഞാറ് കിടക്കുന്ന സ്ഥലമാണ് മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുമ്പോൾ യൂറോപ്പ് വടക്ക് ഭാഗത്ത്, തെക്ക് ഭാഗത്ത് ആഫ്രിക്ക, കിഴക്ക് ഭാഗത്ത് വെസ്റ്റ് ഏഷ്യ, അങ്ങനെയുള്ള ഭാഗമാണല്ലോ, കടലാണല്ലോ മെഡിറ്ററേനിയൻ കടൽ. ആ കടലിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം രണ്ട് ഭാഗത്തു നിന്നും, തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഇറാനെ ആക്രമിക്കാവുന്ന ഒരു അന്തരീക്ഷം. മറ്റുള്ള ബേസുകളെല്ലാം മറ്റു ചുറ്റുപാടുമുണ്ട്, കരയിൽ നിന്നുള്ള ആക്രമണം. അതുകൊണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നു. അത്രയും സജ്ജീകരണങ്ങൾ ഒരുക്കിയതിന് ശേഷം ഗിവ് പീസ് എ ചാൻസ്, ഗിവ് ഡിപ്ലോമസി എ ചാൻസ് എന്ന് പറയുമ്പോൾ അണ്ടർ ഡ്യൂറസ് ആണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഡിപ്ലോമസി. ഗൺ പോയിന്റിൽ ഒരു നെഗോസിയേഷൻ, ഗൺ പോയിന്റിൽ നിർത്തി എത്തിച്ചേരാം എന്നതിനെ കറക്റ്റ് അർത്ഥത്തിൽ ഒരു നെഗോസിയേഷൻ എന്ന് പറയാനാവുമോ എന്നറിയില്ല. പക്ഷേ പലരും ഇതിനോട് നന്മ കണ്ടെത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതീവ വിനാശകാരിയായ ഒരു രാജ്യം, അല്ലെങ്കിൽ ആണവശക്തി കൈവരിക്കാനിരിക്കുന്ന ഒരു രാജ്യം, ആ മേഖലയാകെ അസമാധാനത്തിലേക്ക് തള്ളിയിടാൻ കപ്പാസിറ്റിയുള്ള ഒരു രാജ്യം, അത് ആണവ രാജ്യമായി കഴിഞ്ഞാൽ സാധാരണ ബലപ്രയോഗം പോരാതെ വരും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ മുളയിലെ നുള്ളുക എന്ന ഒരു പ്രമാണം, അത് സ്വല്പം ബലം പ്രയോഗിച്ചാണെങ്കിലും സാരമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗവുമുണ്ട്. അവർ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ഇതുപോലെയുള്ള പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ വീഡിയോ, അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുകയോ, ആരെങ്കിലും എതിർക്കുകയോ, പക്ഷം ചേർന്ന് സംസാരിക്കുകയോ, ഇതിനെ ഒരു വാർ സാധ്യതയെ ഒരു ഗെയിമായി കാണുകയോ, ചതുരംഗക്കളി കാണുകയോ ഒന്നും ചെയ്യുക എന്നതല്ല. സാഹചര്യങ്ങൾ വിലയിരുത്തുക, ലോക സമാധാനം സ്ഥാപിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന കാര്യം ബോധിപ്പിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സിറ്റുവേഷൻ നമ്മൾ എത്തിക്കുക. ഒരു ജിയോ പൊളിറ്റിക്കൽ ഒരു കോൺഫ്ലിക്റ്റ് അല്ലേ. അപ്പോൾ അത് സാധാരണ ആളുകൾക്ക് അത് മനസ്സിലാകണം, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, തങ്ങളുടെ ജീവിതത്തെ അതെങ്ങനെ ബാധിക്കും. കാരണം പേർഷ്യൻ ഗൾഫ് മേഖലയിൽ എത്രയോ ആളുകളാണ്, ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള
ആളുകൾ ജോലി ചെയ്യുന്ന ഇടമല്ലേ? അവിടെ അശാന്തമാകാൻ ആരാണ് ഇഷ്ടപ്പെടുക? ഒരുപാട് വീട്ടിൽ ഭവനങ്ങളിൽ തീ പുകയുന്നത് അവിടെ നിന്നും വരുന്ന പണം കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തെ നേരിട്ട് ടച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ജനീവയിൽ ഇപ്പോൾ നടക്കുന്ന നെഗോസിയേഷൻ. നമ്മൾ സാഗൂതം അത് നോക്കിക്കാണുകയും അതിൻ്റെ വരും വരാഴികളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ ഒരു ഗെയിമായി കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തെ സപ്പോർട്ട് ചെയ്യുകയോ എതിർക്കുകയോ ചെയ്ത് ആസ്വദിക്കുക എന്നതേ അല്ല ഇതിൻ്റെ ഉദ്ദേശം.